പഴയ ഐ ഗ്രൂപ്പാണ്, വിശാല ഐ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ രണ്ട് നേതാക്കളും. അതുകൊണ്ട് ഈ രണ്ട് നേതാക്കളും കെ കരുണാകരന്റെ ശിഷ്യന്മാർ കൂടിയാണ്. ഇടക്കാലത്ത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞെങ്കിൽ പോലും അവർ വീണ്ടും ഒത്തുചേരുന്നതിന്റെ സൂചനയായി ഈ വഴുതക്കാട് ദേവദത്തം എന്ന രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്കുള്ള ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചാണ്ടി ഉമ്മൻ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. മന്ത്രിസഭയിലേക്ക് ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടത്. ഇവിടെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ളവർ കന്റോൺമെന്റ് ഹൌസിലേക്ക് ഇനി എത്തുന്നു. നിർണായകമായ കൂടിക്കാഴ്ചകൾ മന്ത്രിസഭാ വിഭജനവുമായി ബന്ധപ്പെട്ട് അവിടെ കന്റോൺമെന്റ് ഹൌസിലും നടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ചർച്ചകളുടെ ദിവസമാണ്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ, സൗഹൃദ ചർച്ചകൾ, പാർട്ടി സമവായ ദൌത്യവുമായുള്ള ചർച്ചകൾ, മന്ത്രിസഭാ വിഭജനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളിൽ മേൽ നടക്കുന്ന ചർച്ചകൾ, ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പാർട്ടികൾക്ക് ഒരു മന്ത്രിസ്ഥാനം 5 വർഷത്തേക്ക് നൽകണമോ അതോ ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് 2.5 വർഷത്തേക്ക് വിഭജിച്ചു നൽകണമോ എന്നതടക്കമുള്ള ചർച്ചകളൊക്കെ ഇന്ന് നടക്കാനുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ജേക്കബ് വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനം കഴിഞ്ഞ തവണ പൂർണ്ണമായും നൽകിയിരുന്നു. അത് ഇത്തവണ അങ്ങനെയായിരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. കെ രമ മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ അതോ സ്പീക്കറായി നിൽക്കുമോ തുടങ്ങിയ ചർച്ചകളുണ്ട്. ശരി, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം പയ്യന്നൂരിൽ അട്ടിമറി വിജയം സ്വന്തമാക്കിയ UDFന്റെ സ്വതന്ത്രൻ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കന്റോൺമെന്റ് ഹൌസ് കേരള രാഷ്ട്രീയത്തിന്റെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ചർച്ചാവേദിയായി ഈ ഘട്ടത്തിൽ മാറുകയാണ്. TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച വിമത സ്ഥാനാർത്ഥി TK ഗോവിന്ദനും കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിയിരിക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങിയ വിസ്മയങ്ങൾ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച വാക്കാണത്. ഈ തെരഞ്ഞെടുപ്പിൽ വിസ്മയങ്ങൾ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വിസ്മയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ആ വാക്കു തന്നെ ഉണ്ടാകുന്നത് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം അതിന്റെ പേരിൽ പ്രകീർത്തിക്കപ്പെടുകയും മറുഭാഗത്ത് പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വിസ്മയങ്ങൾ ജയിച്ചു കയറുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിന്റെ അത്ഭുതങ്ങളിൽ ചിലതായിരുന്നു. ആ അത്ഭുതങ്ങൾ നേരിട്ട് കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിയിരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്താൻ എന്നുള്ളതാണ് പ്രധാനം. കന്റോൺമെന്റ് ഹൌസിൽ ഇന്ന് പ്രധാനപ്പെട്ട ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് എന്നതാണ് പ്രധാനം. 12 മന്ത്രിസഭാ സ്ഥാനങ്ങളാണ്, മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിന് ഉണ്ടാവുക. 5 മന്ത്രിസ്ഥാനം ലീഗ് ഉറപ്പിച്ചിരിക്കുന്നു. മറ്റ് ഘടകകക്ഷികളുണ്ട്. അവർക്കൊക്കെ ഏതു രീതിയിലാണ് പ്രാതിനിധ്യം നൽകേണ്ടത് എന്നതടക്കം ചോദ്യങ്ങളുണ്ട്. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് അന്ന് ധനവകുപ്പ് കേരള കോൺഗ്രസിനായിരുന്നു. പക്ഷെ അന്ന് KM മാണി എന്ന രാഷ്ട്രീയത്തിലെ അധികാരനാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നത് നമ്മൾ ഓർക്കണം. ഇന്ന് KM മാണിയുടെ പിൻഗാമികളായ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനൊപ്പമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ വലിയ സ്ട്രൈക്ക് റേറ്റുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അപ്പുറത്തുണ്ട്. 2 മന്ത്രിസ്ഥാനം കഴിഞ്ഞ തവണ 2-ൽ നിന്ന് തവണ 7-ലേക്ക് നില മെച്ചപ്പെടുത്തിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വാഭാവികമായും 2 മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം അവർക്ക് കിട്ടുമോ അതോ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകുകയാണോ എന്നുള്ളതാണ് പ്രധാനം. മുൻപും ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിന് തന്നെയാണ് നൽകിയിരുന്നത്. അന്നത്തെ ചീഫ് വിപ്പാണ് PC ജോർജ് എന്ന് കേരളത്തിലുള്ള പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. അങ്ങനെ ചീഫ് വിപ്പ് സ്ഥാനം UDFന് നൽകുമോ, ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയുമാണോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുക എന്നത് പ്രധാനമാണ്.